റോമർ 11 സുവിശേഷം വ്യാപകമായി നിരസിച്ചിട്ടും തന്റെ ഉടമ്പടി ജനതയായ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയെ പര്യവേക്ഷണം ചെയ്യുന്നു. ദൈവം തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞോ എന്ന് ചോദിച്ചാണ് പൗലോസ് ആരംഭിക്കുന്നത്. കൂടാതെ ഒരു തരത്തിലും ഇല്ല എന്ന് ശക്തമായി ഉത്തരം നൽകുന്നു. ദൈവം തന്റെ ജനത്തെ പൂർണ്ണമായി കൈവിട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്ന ബെന്യാമിൻ ഗോത്രത്തിലെ ഒരു ഇസ്രായേല്യൻ ഒരു ഉദാഹരണമായി അവൻ സ്വന്തം ജീവിതം ഉപയോഗിക്കുന്നു. പ്രവൃത്തികളേക്കാൾ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തോട് വിശ്വസ്തരായി നിലകൊള്ളുന്ന ഒരു ചെറിയ കൂട്ടം ഇസ്രായേല്യരുടെ ഒരു ശേഷിപ്പ് ഉണ്ട് എന്ന ആശയം പൗലോസ് അവതരിപ്പിക്കുന്നു. അവസാനത്തെ വിശ്വസ്ത പ്രവാചകൻ താനാണെന്ന് നിരാശയോടെ വിശ്വസിച്ച ഏലിയായുടെ കഥ അദ്ദേഹം പരാമർശിക്കുന്നു. ബാലിനെ വണങ്ങാതിരുന്ന 7000 പുരുഷന്മാരെ താൻ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് ദൈവം ഏലിയാവിനെ ആശ്വസിപ്പിച്ചു. അതുപോലെ തന്റെ കാലത്ത് ഇസ്രായേലിന്റെ ഒരു ശേഷിപ്പ് ദൈവത്തിന്റെ പരമാധികാര കൃപയാൽ സംരക്ഷിക്കപ്പെട്ടുവെന്ന് പോൾ വാദിക്കുന്നു. എന്നിരുന്നാലും ഇസ്രായേലിലെ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് ഒരു മയക്കത്തിന്റെ ആത്മാവും കാണാത്ത കണ്ണുകളും കേൾക്കാൻ കഴിയാത്ത ചെവികളും നൽകി. ഈ അന്ധത ശാശ്വതമല്ല, എന്നാൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പു പദ്ധതിയിൽ ഒരു ഉദ്ദേശ്യം നിറവേറ്റുന്നു. ഇസ്രായേലിന്റെ ആത്യന്തികമായ പുനഃസ്ഥാപനത്തിനായുള്ള പ്രത്യാശ നിലനിർത്തിക്കൊണ്ട് വിജാതീയർക്ക് വിശ്വാസത്തിലേക്ക് വരാൻ വഴിയൊരുക്കുന്നു. മനുഷ്യപ്രയത്നം കൊണ്ടല്ല, പൂർണ്ണമായും കൃപയാലാണ് രക്ഷയെന്ന് ഈ ഭാഗം ഊന്നിപ്പറയുന്നു. കൂടാതെ അവന്റെ വാഗ്ദാനങ്ങളോടുള്ള ദൈവത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നു, തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഭാവി ഉറപ്പാക്കുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.